ഞാൻ ഇങ്ങനത്തെ ഞാനേ ആയിരുന്നില്ല. സിനിമയാണ് എന്നെ ഇങ്ങനെ ഒരു ടോക്കറ്റീവായ ഉർവശിയായിട്ട് മാറ്റിയെടുത്തത്. ഏറ്റവും ഇളയതായിട്ട് കൂടി ഞാൻ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. വാട്ട് നോൺസെൻസ് അതൊക്കെ ചോദിച്ചു ഒരു ഡയറക്ടറോട് ചൂടായി. കാരണം അതെന്തോ ചീത്ത വാക്കാണ്. അപ്പൊ ഞാൻ നമസ്തേ മാസ്റ്റർ, മൃഗനല മാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ചൊരു സ്ത്രൈണത്തിലാണ്. വളരെ പോപ്പുലർ മാസ്റ്ററാണ്, നാഷണൽ അവാർഡ് കിട്ടിയ മാസ്റ്ററാ. ബാലയ്യ ഇപ്പിടി ചൊല്ലക്കൂടാതെ ബാലയ്യ അല്ല ചെപ്പക്കൊടുത്തു തപ്പു കഥ എന്നും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ കാര്യം. സുരേഷ് ഗോപി ഞങ്ങൾ ന്യൂഡൽഹി തമിഴും തെലുങ്കും കന്നഡവും മലയാളവും 5 ഭാഷയും ചെയ്തല്ലോ. ഇതൊന്നാണ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കോമൺ സെൻസ് എന്താണ്? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് വി ആർ ടോക്കിംഗ് ടുഗദർ, ദാറ്റ്സ് ഓൾ എന്നൊക്കെ. അപ്പം അല്ലല്ല കറക്റ്റാ പറഞ്ഞത്. കറക്റ്റ് എല്ലാം കറക്റ്റ്. ഇന്നത്തേക്കുള്ള വകയായി എന്ന് പറഞ്ഞു. അയ്യോ ഇവള് ചിരിക്കും, എനിക്കത് തെറ്റും. അപ്പോഴേ തന്നെ ടെൻഷനാവും ചേച്ചിക്ക്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നെല്ലൂത്തുമില്ല എല്ലാ സെറ്റിലും എന്റെ രക്ഷാകർത്താവല്ലേ. ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുക എന്റെ അടുത്ത്. അവിടെ അങ്ങ് പോയിരിക്കണ്ട. നമ്മുടെ സമപ്രായക്കാർ ആരുടെ കൂടെ ഇരിക്കാൻ സമ്മതിക്കും. മൈക്കിൾ മേന കാമരാജൻ ചെയ്യുമ്പോഴും കമൽ സാറിന്റെ കൂടെ ഞാൻ മലയാളത്തിൽ നിന്ന് പോയാ ചെയ്തത്. അതൊക്കെ എന്തൊരു സിനിമ. എനിക്ക് ഭാഷകളോട് ഒരു പ്രത്യേക അഭിനിവേശം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ഭാഷകളും പെട്ടെന്ന് പഠിക്കാൻ അതെങ്ങനെ വന്നു? എനിക്ക് അമ്മയിൽ നിന്നാണോ? തീർച്ചയായിട്ടും. അമ്മ എല്ലാ ഭാഷയും സംസാരിക്കാൻ. ഞങ്ങള് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ബാല്യത്തിൽ തന്നെ അമ്മ 1ാം തരമായിട്ട് തമിഴ് വായിക്കുകയും എഴുതുകയും ചെയ്യുമായിരുന്നു. സുന്ദരമായിട്ട് തമിഴ് വായിക്കുകയും എഴുതുകയും ചെയ്യുമായിരുന്നു. അത് കാരണം നാഗർകോവിൽ തിരുനെൽവേലി അടുത്തായതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് തമിഴ് കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നൈ പോയപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ബോർഡൊക്കെ വായിക്കുന്ന അമ്മയായിരുന്നു. തെലുങ്കും കന്നഡവും പോയപ്പം നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത ഭാഷയല്ലേ. കന്നഡയൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല അഭിനയിക്കാൻ പോകുമ്പോ. അപ്പൊ പൊട്ടത്തെറ്റാണെങ്കിലും ആ പ്രായമായതുകൊണ്ട് അപ്പൊ അന്ന് ഇതുപോലെ നമുക്ക് നാണക്കേടില്ല. അപ്പൊ തെറ്റാണോ ശരിയാണോ എന്ന് അറിയത്തില്ല, എല്ലാം വിളിച്ചു പറയും. അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇന്ന് ഇങ്ങനെ പറ ആ ഡയറക്ടറെ നോക്കി. അപ്പൊ ആ ഡയറക്ടറെ നോക്കി പറയുമ്പോ ആരാ പറഞ്ഞതെന്ന് ഇത് വാട്ട് നോൺസെൻസ് അതൊക്കെ ചോദിച്ചു ഒരു ഡയറക്ടറോട് ചൂടായി. കാരണം അതെന്തോ ചീത്ത വാക്കാണ്, ഇരട്ടപ്പേരെന്തോ ആണ് അയാളെ കുറിച്ച്. അപ്പം അത് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് 14 വയസ്സുണ്ട് എനിക്ക്. അങ്ങനെ പോയി വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ ആ പേര് വിളിച്ചു അയാളെ. ഷട്ട് നോൺസെൻസ് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ്ട് അദ്ദേഹം പറഞ്ഞു. അതും പറഞ്ഞു കൊടുത്തു. പുള്ളി അവിടെ നിന്ന് ഓടിക്കും അയാളെ ഇരിക്കാനായിട്ട്. ഒരു പുതിയതായിട്ട് അഭിനയിക്കാൻ വന്ന കൊച്ചിനെ ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ മേലിൽ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ അയാൾ വെറും വൃത്തികെട്ടവനാണ് ഇയാള് എന്നോട് പറയുന്നത്. ആ ഹീറോയെ കുറിച്ച് വേറൊരു വീടും എൻ ടി രാമറാവ് സാറിന്റെ മകൻ ബാലകൃഷ്ണ ബാലയണ്ണന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ആദ്യത്തെ പടത്തില് അതിന്റെ ഡാൻസ് മാസ്റ്റർ, ആ ഡാൻസ് മാസ്റ്റർ മൃഗന്തള എന്ന് വിളിക്കാൻ പറഞ്ഞു. മൃഗന്തള. അപ്പോ മൃഗന്തള എന്ന് അവരുടെ ഉച്ചാരണം മൃഗനല. അതായത് അർജുനൻ, ഉർവശി ശാപം കൊണ്ട് അർജുനൻ ഒരു പെണ്ണായി മാറിയ ഒരു സംഗതി ഉണ്ട് കഥയില്. ആ പേരാണ്. അപ്പൊ അത് മൃഗനല എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നമസ്തേ മാസ്റ്റർ, മൃഗനല മാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ചൊരു സ്ത്രൈണത്തിലാണ്. വളരെ പോപ്പുലർ മാസ്റ്ററാണ്, നാഷണൽ അവാർഡ് കിട്ടിയ മാസ്റ്ററാ. കുറച്ച് അങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞപ്പോൾ അയാൾ യാർ ഇപ്പിടിയല്ല സ്വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ക ചൊല്ലിയാச்சு. ഇങ്കന്ന് പറഞ്ഞ സുമ്മാ ഇങ്ക ഇട ചൊല്ലുമാ, യാർ சொன்னது? ബാലു അണ്ണാ ചൊല്ലിയാச்சு. ബാലയ്യ ഇപ്പിടി ചൊല്ലക്കൂടാതെ ബാലയ്യ അല്ല ചെപ്പക്കൊടുത്തു തപ്പു കഥ എന്നും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ കാര്യം. പിന്നെ എനിക്ക് തെലുങ്കിലോട്ട് പോകുമ്പോഴേ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉള്ള ചില അറിയാവുന്നവർ, അന്ന് ചെന്നൈയിലല്ലേ എല്ലാം, ഇതുപോലെ പോയി ഇങ്ങനെ 2 ഡയലോഗ് പറയാൻ എന്നിട്ട് സുരേഷ് ഗോപി ഞങ്ങൾ ന്യൂഡൽഹി തമിഴും തെലുങ്കും കന്നഡവും മലയാളവും 5 ഭാഷയും ചെയ്തല്ലോ. അപ്പം അതിലൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് സുരേഷ് വന്ന് ചോദിച്ചു, ഈ തെലുങ്ക് ഡയലോഗ് പറയുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ആ ഡയലോഗ് നോക്കിയപ്പോൾ మమ్ముక్క എടുത്ത് വന്ന് പറയണം, జరుగుతున్న విషయాలని అర్థం చేసుకోవడానికి 6th സെൻസ് അക്കറలేదు, കോമൺ സെൻസ് ഉണ്ടേ ചാലു. എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ 6th സെൻസിന്റെ ആവശ്യമില്ല, ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്ന് ഇദ്ദേഹമാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച രീതിയിൽ സംസാരിക്കണം. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഈ ഡയലോഗ് പറഞ്ഞിട്ട്
അവിടെ ഒരു തെലുങ്ക് നടൻ, മെയിൻ നായക നടൻ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഞാനുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ വന്ന് ഈ ഡയലോഗ് പറയാൻ പറഞ്ഞു. അവിടെ വന്ന് ഈ ഡയലോഗ് പറഞ്ഞപ്പം, അതിനിവിടെ എന്ത് നടന്നു? ഇവിടെ ഒന്നും നടന്നില്ലല്ലോ, ഇവിടെ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചേച്ചിയാണോ പുള്ളിയോട് പറഞ്ഞു വന്ന് പറയാൻ? ഈ ഡയലോഗ് പറയാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കറക്റ്റ് ആണോ ഇല്ലെന്നുള്ള അദ്ദേഹം പറയുമല്ലോ, അതിനു വേണ്ടി പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ, എന്താണ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കോമൺ സെൻസ് എന്താണ്? ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ജസ്റ്റ് വി ആർ ടോക്കിംഗ് ടുഗദർ, ദാറ്റ്സ് ഓൾ എന്നൊക്കെ. അപ്പം അല്ലല്ല, കറക്റ്റാ പറഞ്ഞത്. കറക്റ്റ് എല്ലാം കറക്റ്റ് തന്നെ. ചേച്ചിയുടെ കുറുമ്പല്ലേ എനിക്ക് കിട്ടിയത് ഞാൻ ആർക്കെങ്കിലും പറയണ്ടേ. എനിക്കിഷ്ടമാണ് എല്ലാ ഭാഷയും. കാരണം ഭാഷ വലിയൊരു വെപ്പണാണ്, ഒരു ആയുധമാണ് നമുക്ക്. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു വാക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. ഇപ്പൊ ഇന്ന് എളുപ്പമല്ലേ നിങ്ങൾക്ക് ഫോണില്. അതെ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ചെയ്യാമല്ലോ. അല്ല, ഇത്രയും ഭാഷകൾ, കാരണം ഞാനത് കുറേ എടുത്ത് കേട്ടിട്ടുണ്ട്. ചേച്ചി അത്രമേൽ പഠിക്കും. അതുപോലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യ പ്രണയം പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തിരക്ക് പിടിച്ച് 10 വയസ്സിൽ അഭിനയിക്കാൻ വരുന്നു, 13 വയസ്സിൽ നായികയാകുന്നു. എങ്ങനെയാണ് ചേച്ചി ഈ തിരക്കിനെടുത്ത്? ചേച്ചി തന്നെ പറഞ്ഞു, ഒരു ദിവസം 5 സിനിമ ഒന്നും ചിന്തിക്കാൻ വയ്യ. ആ സമയത്തും എങ്ങനെയാണ് പുസ്തകങ്ങളെ ഇത്രമേൽ കൂട്ടുപിടിച്ചത്? യാത്രകളാണ്, യാത്രയുടെ സമയങ്ങളിലാണ് കൂടുതൽ അങ്ങനെ പറ്റുന്നത്. പിന്നെ അന്ന് ഇത്രയും ചാനലൊന്നും ഇല്ലല്ലോ, നമുക്ക് പുസ്തകങ്ങളല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേൾക്കുക, രാവിലെ പാട്ടിട്ടാൽ പിന്നെ റെഡി ആവുന്നതും എല്ലാം അതാണ്. പിന്നെ കാസറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ ഡ്രൈവറിനെ കൊടുക്കും, ആ പാട്ടിട്ട് കേട്ടുകൊണ്ട് പോകും. പിന്നെ യാത്രകളിലാണ് ഉറക്കവും എല്ലാം. അപ്പൊ കൂടുതൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ യാത്രകള്, വിമാനയാത്രകളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഒരു പുസ്തകം കൊണ്ടിരുന്ന ആരും ആവശ്യമില്ലാതെ സംസാരിക്കത്തുമില്ല നമ്മളോട്. അങ്ങനെ കൂടെ ഒരു ഗുണമുണ്ട്. അപ്പൊ മിക്കവാറും ട്രെയിൻ യാത്രകളിലാണ് നമുക്ക് വായിക്കുന്നതൊക്കെ. അങ്ങനെ വായിച്ചതിൽ ചേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന ബുക്ക് ഏതായിരിക്കും? ഒരുപാട് പുസ്തകങ്ങൾ. പുസ്തക വായന എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു എന്താ പറഞ്ഞാൽ എനിക്ക് വളരെ പേഴ്സണലായിട്ടൊരു ഇൻട്രസ്റ്റ് ആണ്. അത് ഇന്ന തലക്കെട്ടിൽ ഇന്ന എഴുത്തുകാരനല്ല, കൈ കിട്ടുന്ന എല്ലാ പുസ്തകവും വായിക്കും. അതിൽ ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും, പുരാണങ്ങൾ വായിക്കും, ചരിത്രം വായിക്കും, എല്ലാം വായിക്കും. പാചകക്കുറിപ്പുകൾ വരെ വളരെ കൃത്യമായിട്ട് ഇത് വായിക്കും. പാചകക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാൻ ഇഷ്ടമാണ് ചേച്ചിക്ക്? ഇഷ്ടമാണ്. നടിയായില്ലായിരുന്നെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് കയറാത്ത ഒരു പാചകക്കാരി. അത്രയ്ക്ക് ഇഷ്ടമുള്ളത്. മറ്റേ കടുവറ അല്ല. അല്ല ചേച്ചി, ഞാൻ വായിച്ചിട്ടുണ്ട് തമിഴ് ശ്രീലങ്കൻ എഴുത്തുകാരൻ ചേച്ചിയുടെ പുസ്തകം അല്ലേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമോ എന്ന് ചോദിച്ചു. അത്രയും ആഴത്തിലുള്ളൊരു വായനക്കാരിയാണ്. ഒരുപാട് റൈറ്റേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ജയമോഹൻ. ജയമോഹൻ ഒരുപാട് പേരുണ്ട്. ജയമോഹൻ സാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിലാണ്. അല്ലാതെ തന്നെ ഇറാൽ മുരുകൻ, അങ്ങനെ ഒരുപാട് ഇവരുണ്ട്. അവരുമായിട്ട് അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു പറയും. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശീലങ്ങളിലൊന്നാണ്. കാരണം അമ്മ ഒത്തിരി പുസ്തകം വായിക്കുകയും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അത് ഞാൻ പറയാൻ കാരണം സുധാ കൊങ്കര ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി, അതായത് ബാക്കി എല്ലാവരും അവരവരുടെ ഡയലോഗ് മാത്രം വായിച്ചു പോവുകയും ചേച്ചി തിരക്കഥ മുഴുവൻ വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് അതിനകത്തെ തിരുത്തുകൾ ചേച്ചി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഒരു താല്പര്യം? ഇപ്പോഴത്തെ ഈ ഒരു തിരക്കിൽ എല്ലാവരും അവരവരുടെ ഭാഗം മാത്രം നോക്കി പോവുകയും ചേച്ചി തിരക്കഥ വായിക്കുകയും തിരുത്തുകൾ ചെയ്യുകയും. ഇത് കുറെ മുൻപേ അതിന്റെ തിരക്കഥ റെഡിയാക്കി എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഫുൾ സ്ക്രിപ്റ്റ്. സുധ എൻ്റെ നല്ല ഫ്രണ്ടാണ്. സുധയുടെ ഫസ്റ്റ് ഡയറക്ഷൻ മുതൽ സുധ എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പം അതൊരു ഡോക്യുമെന്ററി സിനിമ പോലെ ആകാൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ഈ ഫ്ലൈറ്റിന്റെ കാര്യങ്ങളും അത് ഒരു എയർക്രാഫ്റ്റ് എങ്ങനെ ഓടിക്കുന്നു, എയർക്രാഫ്റ്റിന്റെ കാര്യങ്ങൾ, അതിന്റെ ഒരു ടെക്നിക്കൽ സംഗതികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൻപുറത്തുള്ള തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ബോറടിക്കും. കാരണം അതവർക്ക് ഒരു എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. 3 നേരം വയർ നിറച്ച് ഉണ്ണാനില്ലാത്തവന് ഫ്ലൈറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്താ ആവശ്യം? അത് 1000 രൂപയ്ക്ക് കിട്ടിക്കോട്ടെ, 500 രൂപയ്ക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് 3 നേരം എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കാൻ ഇട വരരുതെന്നുള്ളതുകൊണ്ട് ആ ഡോക്യുമെന്ററി സ്വഭാവം വരാതിരിക്കാൻ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് ആക്ഷൻ എവിടെയും റിയാക്ഷൻ വില്ലേജിലും ആക്കിയത്. ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അവിടെ അവൻ്റെ ഒരു തത്രപ്പാടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് ഒട്ടും ഈഗോ ഇല്ലാതെ അവൾ കൂടെ നിന്നു എന്നുള്ളതാണ്.
അത് കാരണം ആ സ്ക്രിപ്റ്റിനോട് നമുക്കുണ്ടായ അതിൽ ഒരു സ്നേഹം, അവര് ഒരു ഡയറക്ടർ നമുക്ക് തരുന്ന സ്പേസും കൂടെയാണ്. അതുപോലെ തന്നെ മൂക്കുത്തി അമ്മന്റെ RJ ബാലാജിയും പറഞ്ഞിട്ടുണ്ട്, ഉർവശി മാമിന് മാത്രം നമ്മൾ ഇങ്ങനെ ഡയലോഗ് ഒന്നും എല്ലാവരും പഠിക്കുന്നു പറഞ്ഞു കൊടുക്കണ്ട, ജസ്റ്റ് ആ രംഗം വിശദീകരിച്ച് അതിന്റെ റെസ്പോൺസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരും ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് മൂക്കുത്തി അമ്മന്റെ സെറ്റും? കാരണം ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമയല്ലേ? നല്ല സിനിമയായിരുന്നു. അതിനകത്ത് എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും കാണിച്ചിട്ടുമില്ല, തന്നിട്ടില്ല, സീനും കാണിച്ചിട്ടും ഒന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് 4 മക്കളുണ്ട്, ഇവരിങ്ങനെ വരും, ഇങ്ങനെ വരുമ്പോൾ ഇന്ന രീതി പറയുക എന്ന് പറയുന്നു, അങ്ങനെ അങ്ങ് പറയുന്നു, സീൻ എടുക്കുന്നു, പോകുന്നു. 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, പടത്തിന് സ്ക്രിപ്റ്റ് ഇല്ലേ, വെറുതെ ഒരു ഡയറക്ടർ വന്ന് ഇങ്ങനെ സംസാരിക്കുക ഇങ്ങനെ. അപ്പൊ കൂടെയുള്ള ഈ പെൺപിള്ളേരൊക്കെ, മേഡം ഞങ്ങൾ എന്താ പറയണ്ടേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുക, നിങ്ങൾ ഇങ്ങനെ പറയുക, ഇങ്ങനെ പറഞ്ഞു. സമയമില്ല, എടുത്തെടുത്ത് പോവുകയാണ്. അതെല്ലാം തന്നെ ഒരു കാര്യമുണ്ട്. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ആർട്ടിസ്റ്റിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് വരുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് വരും നമ്മുടെ പടം നന്നാക്കണമെന്നുള്ളത്. അല്ല ഞാൻ എഴുതി, ഞാൻ ചെയ്തു, ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കൂടെ ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും ചെയ്യും, അത് വേറെ കാര്യം. അതെ. എന്നാലും ഇപ്പൊ ഇവരെല്ലാം ചേച്ചിനെ ഇങ്ങനെ ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ട് അതിനനുസരിച്ച് അവർ സിനിമ എടുക്കുമ്പോൾ ശിവൻ ചേട്ടൻ എങ്ങനെയായിരുന്നു? ഡയലോഗ് ഋഷീദ് ഇങ്ങനെ കൃത്യമായിട്ട് പറയണം, അങ്ങനത്തെ ഡയറക്ടറായിരുന്നോ? അത് ഇങ്ങനെ കുറച്ച് വിട്ട്? ഇല്ല, നമ്മള് പിന്നെ ആദ്യമൊക്കെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് എഴുതിയതല്ലേ, അത് തന്നെ നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് പലതും ഷാർപ്പാക്ക് ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടുള്ളതാണ്. ചിലത് നമ്മള് പിന്നെ ആ സീനിന് ബന്ധമില്ലാത്ത ഡയലോഗ്സ് ആയിപ്പോയി എന്ന് വിചാരിച്ച് സ്പോട്ടിൽ പുതിയ ഡയലോഗ്സ് എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിച്ചൊരു കൂട്ടായ്മയായിട്ട് ചെയ്ത കാര്യങ്ങളായിട്ടേ ഉള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത് ജഗദമ്മ 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചേച്ചി കുട്ടിക്കാലത്ത് പഠിച്ച ഏതെങ്കിലും സ്കൂളിലെ ഒരു കഥ സിനിമയാക്കണമെങ്കിൽ ഏതായിരിക്കും ആ കഥ? ഞാൻ വളരെ മൗനിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ശരിക്കും? തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനത്തെ ഞാനേ ആയിരുന്നില്ല. സിനിമയാണ് എന്നെ ഇങ്ങനെ ഒരു ടോക്കറ്റീവായ ഉർവശിയായിട്ട് മാറ്റിയെടുത്തത്. ഏറ്റവും ഇളയതായിട്ട് കൂടി ഞാൻ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. പഠിത്തത്തിൽ കവിഞ്ഞ വേറെ യാതൊരു കഴിവുകളും പ്രകടിപ്പിക്കാനും അറിയില്ല, ഒരു മത്സരങ്ങൾക്കും ചേരാൻ താല്പര്യമില്ല, ഒന്നുമില്ല, പഠിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഒന്നിനും മറ്റു കുട്ടികളുടെ കൂടെ ഒരുപാട് കുട്ടികളുടെ കൂടെ കളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാം. അപ്പൊ ഇന്നത്തെ എന്നെ സമ്മാനിച്ചത് സിനിമയാണ്, എന്റെ പ്രേക്ഷകരാണ്. അത് കൽപ്പന ചേച്ചി തന്നെയായിരുന്നു അല്ലേ വീട്ടിലെ? തീർച്ചയായിട്ടും. ചട്ടമ്പി, കുണ്ടണി എല്ലാം. കുണ്ടണി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗങ്ങളിൽ കുസൃതിക്ക് കുണ്ടണി എന്ന് പറയും. ഈ ചെറുക്കൻ ഭയങ്കര കുണ്ടണി തന്നെയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലായിരുന്നില്ലേ? അതാണ്. അപ്പം കൊച്ചിലെ ഏറ്റവും കൂടുതൽ ആ പേര് കിട്ടിയത് മിനിച്ചേച്ചിക്കാണ്, കുണ്ടണി. അമ്മണി നിന്റെ മോള് ഭയങ്കര കുണ്ടണിയാണ് കേട്ടാ, പെൺപിള്ളേരാണ്, അടക്കി നിർത്തിക്കോളും, മരത്തിന്റെ മേളിലൊക്കെ വലിച്ചു കയറും. അമ്മയുടെ ഏറ്റവും വഴക്ക് കേട്ടിരിക്കുന്നത് കൽപ്പന ചേച്ചിക്ക്. അമ്മ വഴക്കൊന്നും പറയത്തില്ല. അച്ഛൻ്റെ നിന്ന് ദിവസം അടി കിട്ടും. എന്നും 3 നേരവും ഗുളിക കഴിക്കുന്ന ചിലപ്പോൾ അടി കിട്ടും. കലച്ചേച്ചി ഭയങ്കര പാവം അല്ലേ? കലച്ചേച്ചി അല്ല, കലച്ചേച്ചിക്ക് അവള് ചെയ്യുന്ന ആരും കാണത്തില്ല. ചെറുതായിട്ട് നുള്ളിയിട്ട് നമ്മൾ അടിക്കുന്നതല്ലേ കാണത്തുള്ളൂ, നോക്കുന്നവർ ഈ നുള്ളി ഇത് കാണത്തില്ല. അങ്ങനത്തെ ഞുണുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ കാണുന്ന കഥാപാത്രങ്ങൾ മറ്റേ ചേച്ചിയായിരുന്നു ഏറ്റവും പാവം വീട്ടില്. ഞാൻ ഒന്നിനും പോകത്തില്ലായിരുന്നു, ഒരു വകയ്ക്കും പോകത്തില്ല. ഒരു വലിയ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള എന്താ പറയുന്ന ഈ മേളിൽ നിന്ന് താഴോട്ട് ചാടുന്ന കളികൾ, അതല്ല ശരീരം എത്ര അനക്കാതിരിക്കാം, അത്ര വളരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ പടിയിറങ്ങി പതുക്കെ കയറി അങ്ങനത്തെ. മിനിച്ചേച്ചിയൊക്കെ അലച്ച് തല്ലി ദിവസവും വീണ് മൂക്കിൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ബാൻഡേജ് ഒട്ടിച്ച് വെക്കണം, ഇവിടെ തുണിയും എല്ലാം കൂടെ ഒട്ടിച്ച് വെക്കണം, കാരണം എപ്പോഴും വീഴുകയൊക്കെ ചെയ്യും. വളരെ ഇവ സ്കൂളിലെ കഥയൊക്കെ പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോളോടില്ലേ, തേജയ്ക്ക് വളരെ കുഞ്ഞിലെ ഓഫേഴ്സ് ഒക്കെ വരുമ്പം പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് മതി എന്ന്. അതെ, പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ജോലിയൊക്കെ ആയതിനു ശേഷം പിന്നെ ആലോചിക്കാൻ നമ്മളത് പാലിച്ചു. അതെ, നല്ല മാർക്കോടുകൂടി ജയിച്ചു, കോഴ്സ് പാസ്സായി, അവള് ജോലി ചെയ്തു, അവളുടെ സമ്പാദ്യം കൊണ്ട് അവള് ചെലവാക്കി. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞു, എന്താണ് ആൻറ്റി 9th വന്നു, തേജ ജോലിയും ചെയ്തു കഴിഞ്ഞു, ഇനി 1 വർഷം അവള് ട്രൈ ചെയ്ത് നോക്കട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ ചേച്ചി നമ്മളിപ്പോ ജഗദമ്മയില് അഭിനയിക്കുമ്പോ, കാരണം ചേട്ടൻ വന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്, ജഗദമ്മ അക്ക അക്ക അങ്ങനെ വിളിച്ചിട്ട് ഒരു സാധനം പറയുന്നു. അപ്പൊ അങ്ങനെ ചിരി നിർത്താൻ പറ്റാതെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടോ? അല്ല, അത് എന്ന് പറയുന്നത് ശിവചേട്ടൻ്റെ ആ ക്യാരക്ടർ തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുന്നത്, ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് പടം കാണും പറയാം, അത് കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് ചിരി, നമ്മുടെ മനസ്സിൽ ചിരി ഉണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട്. പിന്നെ ഈ
ചിലരുടെ ഈ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പം ചിലർക്ക് തെറ്റും. അപ്പോഴാണ് നമ്മൾ ചിരി അടുത്ത ടേക്ക് പെട്ടെന്ന് എടുക്കുകയും വേണം. അതെനിക്ക് എപ്പോഴും സംഭവിക്കും എല്ലാ പടങ്ങളിലും. അങ്ങനെ പണ്ടത്തെ ഇപ്പം ഇതിനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്ദർഭം ഒരുപാടുണ്ട്. നമുക്കത് അത് വലിയൊരു KPSC ചേച്ചിക്കാണ് തെറ്റുന്നത്. ഇത് ഞാനാണ് ഓപ്പോസിറ്റ് എങ്കിൽ ഉറപ്പായിട്ടും തെറ്റി. കാരണം ഞാൻ ചിരിക്കുമെന്ന് ചേച്ചിക്ക് നേരത്തെ അറിയാം. അപ്പോൾ നെല്ലുകുത്തു മില്ലുണ്ട് എന്ന് അച്ചുവിൻ്റെ അമ്മയിൽ എന്നോടൊന്ന് പറയണം. ഒരു സ്വർണ്ണപ്പല്ലിനെ വിളിച്ചോണ്ട് വന്നിട്ട് കല്യാണത്തിൻ്റെ ആലോചിച്ചിട്ട് ഭാര്യ മരിച്ചു, പ്രാരബ്ധവും തീർന്നു. അപ്പോൾ ഭാര്യയായിരുന്നു ഒരു പ്രാരബ്ധം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അയാൾക്കൊരു നെല്ലുകുത്തു മില്ലുണ്ടെന്ന് പറഞ്ഞ് സത്യേട്ടൻ അത് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറഞ്ഞു ഇന്നത്തേക്കുള്ള വകയായി എന്ന് പറഞ്ഞു. അയ്യോ ഇവള് ചിരിക്കും, എനിക്കത് തെറ്റും. അപ്പോഴേ തന്നെ ടെൻഷനാവും ചേച്ചിക്ക്. നെല്ലുകുല്ലും മിത്തൊന്നായിപ്പോ അല്ലെ നെല്ലുമിത്ത് പുല്ലെന്നായി പോകും. ഒരു വിധത്തിൽ ആ വാക്കൊഴിച്ച് ബാക്കി എല്ലാം പറയുക, ഇത് മാത്രം പറയത്തില്ല. അപ്പോഴാണ് ചേച്ചിക്ക് അതുവരെ അതൊരു പ്രയാസമുള്ള വാക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം നെല്ലുകുത്തുമില്ല ഒരു നെല്ലുകുത്തുമില്ലുണ്ട് ഇത് സമയത്ത്. അപ്പൊ എന്താ അറിയാവോ, ചിരിച്ച് കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരും. സത്യം പറയും, ഉർവശി ചിരിക്കരുത്, ഉർവശി പ്ലീസ് ചിരിക്കരുത്. എന്നിട്ട് സത്യേട്ടൻ ഒരു കപ്പ് എടുത്തോണ്ട് വരുന്ന പോലെ അഭിനയിക്കും. ഇങ്ങനെ എടുത്തോണ്ട് ഇന്നത്തെ കപ്പ് ലളിത ചേച്ചിക്കുള്ളതാണ്, ഇതൊന്ന് പിടിച്ചോളൂ. സത്യ മിണ്ടാതിരിക്കും. അത് വരുന്നില്ലല്ലോ എനിക്ക്. ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് തമാശകളും ചെയ്യും. എനിക്കത് ഓർക്കാൻ തന്നെ ചേച്ചി പറയും. അതാണ് അല്ല അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് പാവം ലളിതാൻ അയ്യോ ഭീകരമായിട്ട്. അത് എന്നെ നോക്കുമ്പോഴേ ഉള്ളൂ, ബാക്കി ആരും അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, ആരും അങ്ങനെ മിണ്ടത്തില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോഴേ അത് തെറ്റാൻ സാധ്യതയുള്ള. നമുക്ക് എന്ത് സീനിയർ, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരല്ലേ അല്ലേ. പിന്നെ എനിക്ക് മാക്സിമം പോയ ഒരു അടി ഒരു നുള്ളും അത് കിട്ടും. അടിക്കുകയും ചെയ്യും നുള്ളുകയും ചെയ്യും. എന്നെ മാത്രം, കാരണം അമ്മയും അച്ഛനായിട്ടും വലിയ അടുപ്പമല്ലേ. എല്ലാ സെറ്റിലും എന്റെ രക്ഷകർത്താവല്ലേ. ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുക എൻ്റെ അടുത്ത്, അവിടെ അങ്ങ് പോയിരിക്കണ്ട. നമ്മുടെ സമപ്രായക്കാർ ആരുടെ കൂടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവരെല്ലാരും കൂടെ വിളിച്ച് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ തോന്നുന്നു അവിടെ ഒറ്റയ്ക്ക് വരുന്ന എന്തോ സംസാരിക്കാനുള്ളത്. അമ്മയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, അവിടെ പോയിരിക്കണം. അപ്പൊ അവരവിടെ നിന്ന് ഇവിടെ വാന്ന് പറയും. ഞാൻ പിന്നെയും പതുക്കെ എണീക്കുമ്പോ അവിടെ ഇരിക്കും. എന്തോന്നാ പതുക്കെ നിരങ്ങി ഇങ്ങോട്ട് പോകുന്നു. അവിടെ പോയിരുന്നു നുണയും കൊതിയും പറയണ്ട, ഇവിടെ ഇരിക്കും. നമ്മൾ അവിടെ ഇരിക്കണം ഇങ്ങനെ. അയ്യോ അവരൊക്കെ ഓർമ്മകളാണ്. കൽപ്പന ചേച്ചിയോട് അങ്ങനെ ഇല്ല. മിനി ചേച്ചിയോട് അത്രയൊന്നും കാണിക്കത്തില്ല. പൊടി എന്നോട് എന്നെ തൊട്ടിൽ നിന്ന് എടുക്കുന്ന ആദ്യം എന്നെ തൊട്ടിൽ നിന്ന് എടുക്കുന്നത് ചേച്ചിയാ. പൊടിന്നല്ലാതെ പറയത്തുമില്ല, പറയേയില്ല പൊടി മോള്. ഭയങ്കര കാര്യം, ഭയങ്കര. ഈ സത്യനങ്ങളുടെ പേര് പറഞ്ഞോണ്ടെന്ന് ചോദിക്കുകയാണ്. തലയണം മന്ത്രം എന്നും ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ഒരു സിനിമ. അത് അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് 21 വയസ്സേ ഉള്ളൂ. അതെ, 20 വയസ്സ്. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ചേച്ചി ഒരു കുശുമ്പി ഒരു മകളുടെ അമ്മയും കൂടെ ആയിട്ടാണ്, എങ്ങനെയാണ് ചേച്ചി ആ സമയത്തൊക്കെ അത്ര കുഞ്ഞു പ്രായം? അതെല്ലാം ഡയറക്ടറുടെ വിശ്വാസം. ഡയറക്ടറുടെ സിനിമയിൽ പോയാൽ എനിക്ക് എന്നെ അറിയാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ അവർക്കറിയാം, ഞാൻ എന്ത് പെർഫോം ചെയ്യും. അത്തരം ഡയറക്ടേഴ്സിന്റെ സിനിമ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു നമ്മുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും. നമ്മൾ എന്ത് ചെയ്താലും അതിനെ കറക്റ്റായിട്ട് അത് ആ രീതിക്ക് വരാൻ അവർക്കറിയാമല്ലോ. കരിമണിമാല കാണുമ്പം മലയാളി പെണ്ണുങ്ങൾ ആ ഡയലോഗ് ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചി ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നോക്കുമ്പോൾ അത്രയും ചെറിയ 20 വയസ്സിൽ അത്രയും വലിയൊരു കഥാപാത്രമൊക്കെ അഭിനയിച്ച് ഇപ്പോഴും ഓർമ്മയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പം നമുക്ക് ആ അത്ഭുതം തോന്നും. ആ ഏജൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് അപ്പോഴേക്കും കുറെ സിനിമകളായല്ലോ. ഞാൻ കമൽ സാറുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട്. രജനി സാറുമായിട്ട് നായകനായിട്ടൊരു സിനിമ വന്നിട്ടില്ല അല്ലേ? എല്ലാവരും എനിക്കൊന്നും അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തോന്നുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എപ്പോഴും ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യം ചെല്ലുമ്പം കമൽ സാറിന്റെ കൂടെ അഭിനയിച്ചു, ഇനി എപ്പോഴാണ് രജനി സാറിന്റെ കൂടെ? രജനി സാറിന്റെ കൂടെ പല സിനിമകളും വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയതാണ്. കാരണം കുറച്ച് സോങ്സും കുറച്ച് ഗ്ലാമറസ് സംഗതികളൊക്കെ കുറച്ച് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ബിഗിനിങ് സ്റ്റേജിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിക്കാനായിരുന്നു ആദ്യം ഒരു സിനിമ വന്നത്. നല്ലവനുക്ക് നല്ലവൻ എന്നും പറഞ്ഞൊരു സിനിമ വന്നു. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ 2 ഏജ് കാണിക്കുന്നുണ്ട്. രാധിക അദ്ദേഹമായിരുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ മകളായിട്ട്
അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞില്ല ജോഡിയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ മകളായാൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് തമിഴിൽ. പിന്നെ പല പടങ്ങളും അങ്ങനെ മാറിപ്പോകുമായിരുന്നു യാദൃച്ഛമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റ് ലാംഗ്വേജുകളിലായി നേരെ ഇങ്ങോട്ടായി. മൈക്കിൾ മേന കാമരാജൻ ചെയ്യുമ്പോഴും കമൽ സാറിൻ്റെ കൂടെ ഞാൻ മലയാളത്തിൽ നിന്ന് ചെയ്തത്. ഓ, അതൊക്കെ എന്തൊരു സിനിമയാണ് ചേച്ചി. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ബാക്കിയുണ്ടെങ്കിലും ചേച്ചിക്ക് സമയം വളരെ കുറവാണ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഉർവശിയായിട്ട് തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുക? എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. മറ്റുള്ളതൊക്കെ എങ്ങനെയായാലും, കാരണം ഒരു ആർട്ടിസ്റ്റ് കലാകാരിയാകാൻ 1000-ൽ 1 ജന്മത്തെ സാധിക്കുള്ളൂ എന്നാണ്. നമ്മളെ സ്വയം പരിചയപ്പെടുത്താതെ നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ ആൾക്കാരുണ്ടാവുന്നൊരു ജന്മം കിട്ടാൻ വലിയ പ്രയാസമാണ്. എങ്കിലും കലാകാരിയായിട്ട് തന്നെ ജനിച്ചാൽ വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിനോട് വീണ്ടും ഇത്രയും സമയം ഇരിക്കാൻ പറ്റിയതിൽ. ഉർവശി ചേച്ചി വീണ്ടും നിർമ്മാതാവായും നായികയായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ജഗദമ്മയായി എത്തുകയാണ് മെയ് 2-ാം തീയതി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി അല്ലേ ചേച്ചി സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം അല്ലേ. ഒരുപാട് സന്തോഷം ചേച്ചി. സിനിമ വലിയൊരു വിജയമാകട്ടെ. പുതിയൊരു സംവിധായകനെയും നടനെയൊക്കെ ഞങ്ങൾക്ക് കൂടെ തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.